ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മെക്ക് PSC. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ എക്സാം ഈ വരുന്ന സെപ്റ്റംബറിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഓട്ടോമൊബൈൽ, മെക്കാനിക്കൽ ആൻഡ് അഗ്രികൾച്ചർ ഈ മൂന്ന് കാര്യങ്ങളാണ് സിലബസ് ഉള്ളത്. അതിൽ ഓട്ടോമൊബൈലിൻ്റെ 2 പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്നതാണ് 3ാമത്തെ പാർട്ട്. അതാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മുന്നോട്ടുള്ള വീഡിയോസ് കിട്ടാൻ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ആൻഡ് ബെൽ ഐക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നാൽ നിങ്ങളുടെ മൊബൈലിൽ ഡെയിലി ഈ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് നോട്ട് കറക്റ്റ് ആസ് റിഗാർഡ്സ് ടു ആൻ ഓപ്പൺ ടൈപ്പ് കമ്പഷൻ ചേംബർ? സ്മൂത്ത് റണ്ണിങ്, ലോ ഫ്യൂൽ കൺസപ്ഷൻ, നോ ഓക്സിലറി സ്റ്റാർട്ടിംഗ് ഡിവൈസസ് ആർ റിക്വയർഡ്, ലോവർ സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ. അതിന് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ സ്മൂത്ത് റണ്ണിങ് ആണ്. അപ്പോൾ നമുക്ക് ഓപ്പൺ ടൈപ്പ് കമ്പഷൻ ചേംബർ എന്താ നോക്കാം. ഓപ്പൺ ടൈപ്പ് കമ്പഷൻ ചേംബർ എന്ന് പറഞ്ഞാൽ ഫ്യൂവൽ ഇസ് ഇൻജക്റ്റഡ് ഡയറക്ട്ലി ഇൻ ടു ദ സ്പേസ് ഓൺ ടോപ്പ് ഓഫ് സിലിണ്ടർ. സിലിണ്ടറിൻ്റെ മുകളിലേക്ക് ഡയറക്റ്റായിട്ട് ഫ്യൂവൽ സ്പ്രേ ഇൻജക്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ ഓപ്പൺ ചേംബർ എന്ന് പറയുന്നത്. അത് 4 സ്ട്രോക്ക് സൈക്കിൾ എഞ്ചിനിൽ കൊടുക്കാറുണ്ട്. പക്ഷേ വൈഡായിട്ട് നമുക്ക് 2 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻസിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ പഴയ ഒരു സിസ്റ്റമാണ്. ഇപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് വളരെ ലേറ്റസ്റ്റ് ടെക്നോളജീസൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് PSCയിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യനെ കൊണ്ടാണ് ഇതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ പോവാം. മൾട്ടി ഹോൾ ടൈപ്പ് ഡീസൽ ഇൻജക്ടേഴ്സ് ആർ ജനറലി എംപ്ലോയിഡ് ഇൻ എനർജി സെൽസ്, ഓപ്പൺ കമ്പഷൻ ചേമ്പേഴ്സ്, പ്രീ കമ്പഷൻ ചേമ്പേഴ്സ്, ടർബുലൻസ് ചേമ്പേഴ്സ്. അതിൻ്റെ കറക്റ്റ് ആൻസർ പറഞ്ഞാൽ ഓപ്പൺ കമ്പഷൻ ചേമ്പർ. തൊട്ട് മുന്നേ പറഞ്ഞ അതേ കാര്യം തന്നെ, തൊട്ട് മുന്നേ പറഞ്ഞ അതേ ചേമ്പറാണ് ഈ ഓപ്പൺ കമ്പഷൻ ചേമ്പർ. അതിൽ യൂസ് ചെയ്യുന്ന ഡീസൽ ഇൻജക്ടേഴ്സാണ് മൾട്ടി ഹോൾ ടൈപ്പ്. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ഡീസൽ ഇൻജക്ടേഴ്സ് ഉണ്ട് നോക്കാം. പിൻഡിൽ, ഈ ഒരു വേർഡൊക്കെ നമുക്ക് നോക്കി നോക്കാം. പിൻഡിൽ, സിംഗിൾ ഹോള്, മൾട്ടി ഹോള്, പിൻടോക്സ്. ഈ പിൻടോക്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിൻടോക്സ് എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ ഹോൾ ഉണ്ടാവും, അതിൻ്റെ കൂടെ ഒരു ഓക്സിലറി ഹോളും കൂടി ഉണ്ടാവും. അതാണ് പിൻടോക്സ്. ഓക്കെ, ഇതിൽ ഈ മൂന്നാമത്തെ ഈ മൾട്ടി ഹോളാണ് നമുക്കിപ്പം ഈ ഓപ്പൺ കമ്പഷൻ ചേമ്പറിൽ യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ടെസ്റ്റിംഗ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് എ ഡീസൽ ഇഞ്ചക്ഷൻ പമ്പ് ഫോർ ദി ആക്യുറസി ഓഫ് ഇറ്റ്സ് ഫയറിംഗ് ഇൻ്റർവെൽസ് നോൺ ആസ്. ഇപ്പോൾ ഡീസൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ ഫയറിംഗ് ഇൻ്റർവെലിൻ്റെ ആക്യുറസി ടെസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയറിന് പറയുന്ന പേരെന്താണ് എന്നാണ് ചോദ്യം. കാലിബ്രേഷൻ, ഗവേണിംഗ്, ഫേസിംഗ്, സ്റ്റെബിലൈസിങ്. അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഫേസിംഗ് ആണ്. ഓക്കെ, ഇപ്പോൾ ഫേസിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രൊസീജിയർ കൊണ്ട് എന്താ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഡീസൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ ഫയറിംഗ് ഇൻ്റർവെലിൻ്റെ ആക്യുറസി ടെസ്റ്റ് ചെയ്യും. ഓക്കെ, ഒരു നിശ്ചിത സമയം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ഫയറിംഗ്. ഒരു ഫയറിംഗ് കഴിഞ്ഞാൽ അടുത്ത ഫയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സെർട്ടൺ ടൈം ആയിരിക്കും. അത് ടെസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഫേസിംഗ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ എ ക്യാൻ ടൈപ്പ് ഇഗ്നിഷൻ കോയിൽ ദ സെക്കൻഡറി വൈൻഡിങ് ഇസ് ഫസ്റ്റ് വൗണ്ട് ഓവർ a laminated aluminum core, a porcelain core, a laminated iron core, the primary winding. അതിൻ്റെ കറക്റ്റ് ആൻസർ എന്നാൽ എ ലാമിനേറ്റഡ് അയൺ കോറാണ്. അപ്പോൾ നമുക്ക് ഫിഗർ നോക്കാം. ഇതാണ് ക്യാൻ ടൈപ്പ്. ഒരു നമ്മുടെ പെപ്സി, മിറിൻ്റെയൊക്കെ വരുന്ന ക്യാൻ ഉണ്ടല്ലോ, ആ ക്യാനിൻ്റെ പോലത്തെ ഒരു ഷേപ്പാണിത്. ഒരു ക്യാൻ ടൈപ്പ് ഇഗ്നിഷൻ കോയിലിൽ ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ ഒരു സെക്കൻഡറി വൈൻഡിങ് ഉണ്ടാവും. ഈ സെക്കൻഡറി വൈൻഡിങ്ങിൻ എന്തിൻ്റെ മുകളിലാണ്? ലാമിനേറ്റഡ് സോഫ്റ്റ് അയൺ കോറിൻ്റെ മുകളിലാണ് വൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാണ് ഇവിടെ ചോദിച്ച ചോദ്യം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാക്യൂം അഡ്വാൻസ് മെക്കാനിസം ഫോർ ഇഗ്നീഷൻ അഡ്വാൻസ് ഇൻ എ പെട്രോൾ എഞ്ചിൻ പെർഫോംസ് എഫക്റ്റീവ്ലി അറ്റ് പാർട്ട് ത്രോട്ടിൽ ഓപ്പണിംഗ്, ഫുൾ ത്രോട്ടിൽ ഓപ്പണിംഗ്, ഫുൾ ത്രോട്ടിൽ ക്ലോസിംഗ്, ഫുൾ ചോക്ക് ഓപ്പണിംഗ്. അതിൻ്റെ കറക്റ്റ് ആൻസർ പറഞ്ഞാൽ പാർട്ട് ത്രോട്ടിൽ ഓപ്പണിംഗ് ആണ്. എന്താണ് സംഭവം എന്നുള്ളത് വെച്ചാൽ, വാക്യൂം അഡ്വാൻസ് മെക്കാനിസം എന്ന് പറഞ്ഞൊരു മെക്കാനിസം ഉണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? പെട്രോൾ എഞ്ചിനിലെ ഇഗ്നീഷൻ അഡ്വാൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നൊരു മെക്കാനിസമാണ് വാക്യൂം അഡ്വാൻസ് മെക്കാനിസം. അപ്പോൾ ഈ പെട്രോൾ എഞ്ചിനിൽ എഫക്റ്റീവായിട്ട് നമുക്ക് എവിടെ ചെയ്യാൻ പറ്റുക? പാർട്ട് ത്രോട്ടിൽ ഓപ്പണിംഗ്. പാർട്ട് ത്രോട്ടിൽ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ത്രോട്ടിൽ മുഴുവനായിട്ടല്ലാതെ ചെറിയൊരു ഓപ്പണിംഗ്, അതാണ് ഈ പാർട്ട് ത്രോട്ടിൽ ഓപ്പണിംഗ്. അവിടെ നമുക്ക് എഫക്റ്റീവായിട്ട് ചെയ്യാൻ കഴിയുന്നൊരു മെക്കാനിസമാണ് വാക്യൂം അഡ്വാൻസ് മെക്കാനിസം. എന്താണ് വാക്യൂം അഡ്വാൻസ് മെക്കാനിസം? കണ്ടോ, ഇതാണ് വാക്യൂം അഡ്വാൻസ് മെക്കാനിസം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐഡിൽ സ്പീഡിലാണെങ്കിൽ ഈ ഡയഫ്രോം സ്പ്രിങ്ങും ഈ പൊസിഷനിൽ നിൽക്കും. പക്ഷേ ലോ സ്പീഡിലാവുമ്പോൾ എന്താവും? ഈ വാക്യൂം എന്താക്കും? ഈ ഡയഫ്രത്തിനെ പുള്ള് ചെയ്യും, സ്പ്രിങ്ങിൻ്റെ അഗെയിൻസ്റ്റ് പുള്ള് ചെയ്യും.
അപ്പോൾ നമുക്കിവിടെ ചെറിയൊരു അഡ്വാൻസ് ആംഗിൾ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടറിൽ കൂടെ നിശ്ചിത കറണ്ടും കാര്യങ്ങളും ഒഴുക്കിയിട്ട് നമുക്ക് അവിടെ ഒരു ഇഗ്നീഷൻ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. അതാണ് ഈ വാക്യൂം അഡ്വാൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. അടുത്തത് ഇൻസഫിഷ്യൻറ്റ് കോണ്ടാക്റ്റ് ബ്രേക്കർ ഗ്യാപ്പ് റിസൾട്ട്സ് ഇൻ. കോണ്ടാക്റ്റ് ബ്രേക്കർ ഗ്യാപ്പ് ഇൻസഫിഷ്യൻ്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? അഡ്വാൻസ് ഇഗ്നിഷൻ ടൈമിംഗ്, എഞ്ചിൻ മിസ്ഫയറിംഗ് അറ്റ് ഹയർ സ്പീഡ്സ്, ഡിക്രീസ്ഡ് ഡ്വെല്ല്, ഓൾ ഓഫ് ദി അബോവ്. അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, എഞ്ചിൻ മിസ്ഫയറിംഗ് അറ്റ് ഹയർ സ്പീഡ്സ്. കോണ്ടാക്റ്റ് ബ്രേക്കർ ഗ്യാപ്പ് ഓൾറെഡി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അത് ഇൻസഫിഷ്യൻ്റ് ആയാൽ എന്ത് സംഭവിക്കും? എഞ്ചിൻ മിസ്ഫയറിംഗ് ആവും. ഹയർ സ്പീഡ്സിൽ അവിടെ ഇവിടേക്ക് ആയിട്ട് ഫയറിങ് നടക്കും. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ളൊരു ഫയറിങ് ആവില്ല. അതുകൊണ്ട് തന്നെ കറക്റ്റ് പെർഫോമൻസ് നമുക്ക് കിട്ടില്ല. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്പാർക്ക് പ്ലഗ് ഗ്യാപ്പ് ഇസ് യൂഷ്വലി മെഷേർഡ് ബൈ. നമ്മുടെ വണ്ടിയിൽ യൂസ് ചെയ്യുന്ന സ്പാർക്ക് പ്ലഗിൻ്റെ ഗ്യാപ്പ് മെഷർ ചെയ്യുന്നത് ഏത് ഡിവൈസ് വെച്ചിട്ടാണ്? അതിന് 4 ഓപ്ഷൻസാണ്. വേർണിയർ ഡെപ്ത് ഗേജ്, ഡയൽ ഗേജ്, ഫീലർ ഗേജ്, മൈക്രോമീറ്റർ. അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഫീലർ ഗേജ് ആണ്. ഓക്കെ, അപ്പോൾ ഫീലർ ഗേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് ബ്ലേഡ്സ്. കണ്ടില്ലേ, നമുക്ക് ഈ ഒരു ഫിഗറിൽ കാണുമ്പോൾ ഒരു സെറ്റ് ഓഫ് ബ്ലേഡ്സ് ആണ് ഈ ഫീലർ ഗേജ് എന്ന്. അപ്പോൾ ഓരോ ബ്ലേഡിനും ഓരോ തിക്നെസ് ഉണ്ടാവും. അതുപോലെ ഈ സ്പാർക്ക് പ്ലഗിന് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത തിക്നെസ് ഉണ്ട്. ആ ഗ്യാപ്പിനൊരു നിശ്ചിത തിക്നെസ് ഉണ്ട്. ആ തിക്നെസ്സിന് കറക്റ്റായിട്ടുള്ള ബ്ലേഡ് എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് നോക്കും. അത് കറക്റ്റ് ആണെങ്കിൽ ഓക്കെ, ഇറ്റ് ഈസ് ഓക്കെ. ഇനി അതല്ല, അത് പോണില്ല, ആ ഒരു ബ്ലേഡ് പോണില്ല എന്നുണ്ടെങ്കിൽ ഇൻസഫിഷ്യൻറ്റ് ഗ്യാപ്പാണ്. അപ്പോൾ നമ്മൾ ആ ഗ്യാപ്പ് കൂട്ടും. അത് ലൂസാണെങ്കിൽ, ആ ഒരു ബ്ലേഡ് ലൂസാണെങ്കിൽ നമ്മൾ എന്താക്കും? ആ ഗ്യാപ്പ് കുറയ്ക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ നെഗറ്റീവ് പ്ലേറ്റ് ഓഫ് എ ഫുള്ളി ഡിസ്ചാർജ്ഡ് ലെഡ് ആസിഡ് ബാറ്ററി കണ്ടെയ്ൻസ്. അതായത് ഫുള്ളി ഡിസ്ചാർജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു ലെഡ് ആസിഡ് ബാറ്ററിയുടെ നെഗറ്റീവ് പ്ലേറ്റിൽ എന്താണ് കാണുക? PbO2, H2SO4, PbSO4. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, PbSO4 ആണ്. PbSO4 എന്ന് പറഞ്ഞാൽ ലെഡ് സൾഫേറ്റ്. ഓക്കെ, ലെഡ് സൾഫേറ്റിനാണ് നമ്മൾ PbSO4 എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ദിവസത്തിൽ പോവാം. ക്രാക്ഡ് സെൽ കവേഴ്സ് ഓഫ് എ ലെഡ് ആസിഡ് ബാറ്ററി ഇസ് എ സിംറ്റം ഓഫ്. ലെഡ് ആസിഡ് ബാറ്ററിയുടെ സെൽ കവേഴ്സ് ക്രാക്ക് ചെയ്തു പോകുന്നത് എന്തിൻ്റെ സിംറ്റമാണ്? ഓക്കെ, അതിൻ്റെ ഓപ്ഷൻസ് സൾഫേറ്റഡ് ബാറ്ററി, ഓവർ ചാർജ്ഡ് ബാറ്ററി, ഹാഫ് ചാർജ്ഡ് ബാറ്ററി, ഫുൾ ചാർജ്ഡ് ബാറ്ററി. അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓവർ ചാർജ്ഡ് ബാറ്ററിയാണ്. ബാറ്ററി ഓവർ ചാർജ് ആകുമ്പോഴാണ് സെൽ കവേഴ്സിൽ ക്രാക്ക് നമ്മൾ കാണുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഔട്ട്പുട്ട് ഓഫ് ഓൾട്ടർനേറ്റേഴ്സ് എംപ്ലോയ്ഡ് ഇൻ ഓട്ടോമൊബൈൽ ഇലക്ട്രിക്കൽ സിസ്റ്റംസ് റെഗുലേറ്റഡ് ബൈ. ഓൾട്ടർനേറ്റേഴ്സിൻ്റെ ഔട്ട്പുട്ട് റെഗുലേറ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്? കട്ടൗട്ട് റിലേ, കറണ്ട് റെഗുലേറ്റർ, വോൾട്ടേജ് റെഗുലേറ്റർ, കമ്പൈൻഡ് വോൾട്ടേജ് ആൻഡ് കറണ്ട് റെഗുലേറ്റർ. അതിൻ്റെ കറക്റ്റ് ആൻസർ എന്നാൽ വോൾട്ടേജ് റെഗുലേറ്ററാണ്. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് റെഗുലേറ്ററെ വെച്ചിട്ടാണ് ഓൾട്ടർനേറ്ററിൻ്റെ ഔട്ട്പുട്ട് റെഗുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് ആ ഫിഗർ നോക്കാം. ഇവിടെയാണ് ഓൾട്ടർനേറ്റർ ടു എഞ്ചിൻ ഗ്രൗണ്ട്. ഓൾട്ടർനേറ്റർ വരുന്നത് ഇതിൻ്റെ ഉള്ളിലാണ്. അതിനെ കൺട്രോൾ ചെയ്യുന്നത് എവിടെയാണ്? വോൾട്ടേജ് റെഗുലേറ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റിന് പോവാം. ഇൻ ആൻ ഓൾട്ടർനേറ്റർ ദി ഇലക്ട്രോമോട്ടീവ് ഫോഴ്സസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദി. ഓൾട്ടർനേറ്ററിൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് പറഞ്ഞാൽ EMF എവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നത്? സ്റ്റേറ്റർ വൈൻഡിങ്സ്, റോട്ടർ വൈൻഡിങ്സ്, ഡാമ്പർ വൈൻഡിങ്സ്, റോട്ടർ ആൻഡ് ഡാമ്പർ വൈൻഡിങ്സ്. അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റർ വൈൻഡിങ്സിലാണ്. അതായത് ഓൾട്ടർനേറ്ററിൽ സ്റ്റേറ്റർ വൈൻഡിങ്സിലാണ് EMF ഇൻഡ്യൂസ് ആവുന്നത്. അതുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യുന്ന പാർട്ട് റോട്ടർ വൈൻഡിങ്സ് പറഞ്ഞാൽ എന്തായിരിക്കും? ഫീൽഡ്, അതായത് മാഗ്നറ്റ് ആയിരിക്കും. സ്റ്റേറ്റർ വൈൻഡിങ് എന്ന് പറഞ്ഞാൽ ആർമേച്ചർ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ സ്റ്റേറ്ററിലാണ് ആർമേച്ചറിലാണ് നമ്മൾ എപ്പോഴും കറണ്ട് എടുക്കുക. ഓക്കെ, അതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഫിഗർ ഉണ്ട്. ഇവിടെ ഇതാണ് ഒരു ഓൾട്ടർനേറ്ററിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ വ്യൂ. ക്രോസ് സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ജനറൽ വ്യൂ എന്ന് പറയാം അല്ലേ. അപ്പോൾ ഇവിടെ സ്റ്റേറ്റർ വൈൻഡിങ്സ് ആണ് ഇവിടെ ചുറ്റും കാണിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ കറണ്ട് എടുക്കുന്നത്. ഇതിനുള്ളിലേക്കാണ് എന്ത് കൊടുക്കുന്നത്? റോട്ടർ കൊടുക്കുന്നത്. ഈ റോട്ടറാണ് എന്ത്? ഫീൽഡ് മാഗ്നറ്റ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. DC generators used in automobiles are usually of self-excited type, separately excited type, കോമ്പൗണ്ട് എക്സൈറ്റഡ് ടൈപ്പ്, പെർമനന്റ് മാഗ്നറ്റ് ടൈപ്പ്. അതിൻ്റെ കറക്റ്റ് ആൻസർ പറയുന്നത് സെൽഫ് എക്സൈറ്റഡ് ടൈപ്പ്. അപ്പോൾ എന്തൊക്കെയാണ് 4 കാര്യങ്ങളൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ സെൽഫ് എക്സൈറ്റഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന കറണ്ട് കൊണ്ട് തന്നെ
വീണ്ടും എക്സൈറ്റേഷൻ നടക്കുമ്പോഴാണ് അത് സെൽഫ് എക്സൈറ്റഡ് ടൈപ്പ് ആവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവും, ആദ്യം നമ്മളിങ്ങനെ കറക്കും. ആദ്യം കറക്കുക എന്ന് പറഞ്ഞാൽ ഈ സാധനം ഓഫാക്കി കഴിഞ്ഞാൽ, ഈ സെൽഫ് എക്സൈറ്റഡ് ടൈപ്പ് DC മോട്ടോർ ഓഫാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? DC ജനറേറ്റർ ഓഫാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ ഉള്ളിലുള്ള ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി അവിടെ തന്നെ നിൽക്കും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസിജ്വൽ മാഗ്നറ്റിസം. ഓക്കെ, വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യാം. റെസിജ്വൽ മാഗ്നറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫാക്കി കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ പോകാതെ നിൽക്കുന്ന ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ് റെസിജ്വൽ മാഗ്നറ്റിസം. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ എന്ത് സംഭവിക്കും? ഈ ജനറേറ്റർ കറണ്ട് ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള അവർ കറണ്ട് വീണ്ടും ഇതിലേക്ക് എടുത്തിട്ട് കറക്കും. ഓക്കെ, അതാണ് സെൽഫ് എക്സൈറ്റിംഗ്. സെപ്പറേറ്റഡ്ലി എക്സൈറ്റിംഗ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു ബാറ്ററി യൂസ് ചെയ്തിട്ട് നമ്മൾ എന്തിനെ കറക്കും? ഫീൽഡ് വൈൻഡിങ്ങിനെ കറക്കും. അത് വെച്ചിട്ട് കറണ്ട് ഉണ്ടാക്കും. അതാണ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ടൈപ്പ്. പിന്നെ കോമ്പൗണ്ട് എക്സൈറ്റഡ് ടൈപ്പ് ഉണ്ട്. കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ സെൽഫ് എക്സൈറ്റിംഗ് ടൈപ്പിൽ മൂന്നാമത്തെ ടൈപ്പാണ്. ഓക്കെ, മൂന്നാമത്തെ ടൈപ്പ്. ഇപ്പോൾ രണ്ട് ടൈപ്പ് എന്തൊക്കെയാണ്? സീരീസ് DC മോട്ടോർ എന്ന് പറഞ്ഞാൽ ആർമേച്ചറും ഫീൽഡും സീരീസിൽ. ഷണ്ട് DC മോട്ടോർ എന്ന് പറഞ്ഞാൽ ആർമേച്ചറും ഫീൽഡും പാരലല്. കോമ്പൗണ്ട് DC മോട്ടോർ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു വൈൻഡിങ് പാരലുണ്ടാവും, ഒരു വൈൻഡിങ് സീരീസ് ഉണ്ടാവും. ഓക്കെ, പിന്നെ വരുന്നത് പെർമനൻറ്റ് മാഗ്നറ്റ് ടൈപ്പാണ്. പെർമനൻറ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ കറണ്ടോ കാര്യങ്ങളൊന്നും വേണ്ട, ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് അവിടെ എടുത്ത് വെക്കും, അത് വെച്ചിട്ട് നമ്മൾ കറക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് നോട്ട് എ കോമൺ കോമ്പോണൻറ്റ് ബിറ്റ്വീൻ എ DC ജനറേറ്റർ ആൻഡ് ആൻ ഓൾട്ടർനേറ്റർ? കമ്മ്യൂട്ടേറ്റർ, റോട്ടർ വൈൻഡിങ്സ്, സ്റ്റേറ്റർ വൈൻഡിങ്സ്, കാർബൺ ബ്രഷസ്. അതിൻ്റെ കറക്റ്റ് ആൻസർ പറഞ്ഞാൽ കമ്മ്യൂട്ടേറ്ററാണ്. ഓക്കെ, അപ്പോൾ കമ്മ്യൂട്ടേറ്റർ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ഓക്കെ, അത് നമുക്ക് അറിയണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നോക്കണം, DC ജനറേറ്ററും ഓൾട്ടർനേറ്ററും. DC ജനറേറ്ററിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, DC ജനറേറ്ററിൽ എവിടെ EMF ഉണ്ടാകുന്നത്? സ്റ്റേറ്റർ വൈൻഡിങ്ങിലാണ് അല്ലേ? അപ്പോൾ സ്റ്റേറ്റർ വൈൻഡിങ് അതിനെ കൊണ്ട് അത് അനങ്ങാതെ നിൽക്കുന്ന ഭാഗം അതിനെക്കൊണ്ട് അവിടെ കമ്മ്യൂട്ടേറ്റർ വേണ്ട ആവശ്യമില്ല. കമ്മ്യൂട്ടേറ്ററിനെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് കറണ്ട് ഡയറക്റ്റായിട്ട് നമുക്ക് പുറത്തോട്ട് എടുക്കാം. പക്ഷേ ഓൾട്ടർനേറ്ററിൽ എന്താ സംഭവിക്കുന്നത്? ഓൾട്ടർനേറ്ററിൽ എന്ന് പറഞ്ഞാൽ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യണം അല്ലേ? ആർമേച്ചറിലാണ് കറണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സാധനത്തിന് മുകളിൽ നിന്ന് കറണ്ട് എടുക്കാൻ പറ്റുമോ? ഇല്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കമ്മ്യൂട്ടേറ്റർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓൾട്ടർനേറ്ററിൽ കമ്മ്യൂട്ടേറ്റർ ഉണ്ടാവും, DC ജനറേറ്ററിൽ കമ്മ്യൂട്ടേറ്റർ ഉണ്ടാകില്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. എക്സസീവ് ക്ലച്ച് ഫ്രീ പെഡൽ പ്ലേ വുഡ് കോസ് ക്ലച്ച് റാറ്റിൽ, ക്ലച്ച് സ്ലിപ്പ്, ടോർഷണൽ വൈബ്രേഷൻ, ക്ലച്ച് ഡ്രാഗ്. ക്ലച്ച് ഫ്രീ പെഡൽ പ്ലേ കൂടുതലായി കഴിഞ്ഞാൽ വരുന്നൊരു പ്രതിഭാസത്തിൻ്റെ പേരാണ് ക്ലച്ച് ഡ്രാഗ്. ഓക്കെ, അപ്പോൾ ക്ലച്ച് ഡ്രാഗ് എന്ന് പറഞ്ഞാൽ വലിച്ചു കൊണ്ടുപോവുക എന്നുള്ളൊരു അർത്ഥം തന്നെയാണ് അവിടെ വരുന്നത്. ഓക്കെ, വലിച്ചു കൊണ്ടുപോവുക. ഇപ്പോൾ ക്ലച്ച് ഫ്രീ പെഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ അപ്പോൾ നമുക്ക് ആ ഒരു പ്ലേ, ഓക്കെ, അപ്പോൾ എല്ലാം അറിയാം, നമുക്ക് ആ ഒരു ഈ ഒരു ക്ലച്ച് പിടിച്ചിട്ട് വിടുമ്പോൾ എവിടെ വെച്ചിട്ടാണോ എൻഗേജ് ചെയ്യുന്നത് അതാണ് ആ ഒരു പ്ലേ എന്ന് പറയുന്നത്. ആ പ്ലേ എക്സസീവ് ആകുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ക്ലച്ച് ഡ്രാഗിങ് സംഭവിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു വേർഡൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, എ വെറ്റ് ക്ലച്ച് ഇസ് മോർ പ്രിഫേർഡ് ടു എ ഡ്രൈ ക്ലച്ച് when it is desired to disengage the clutch speedily, when it is desired to transmit large amount of torque effectively, when it is desired to achieve longer life, all of the above. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ when it is desired to achieve longer life. കൂടുതൽ കാലം കിട്ടണമെങ്കിൽ വെറ്റ് ക്ലച്ച്, കുറഞ്ഞ കാലമായിരിക്കും ഡ്രൈ ക്ലച്ച്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ കാരണം? വെറ്റ് ക്ലച്ചിന് പറഞ്ഞാൽ ഒരു ലൂബ്രിക്കേറ്റിംഗ് മീഡിയത്തിൽ മുക്കി വെച്ചിട്ടുള്ളൊരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും സർഫസസ് ക്ലീൻ ആയിരിക്കും, പെർഫോമൻസ് സ്മൂത്ത് ആയിരിക്കും, ലോങ്ങർ ലൈഫ് ഉണ്ടാകും. ഡ്രൈ ക്ലച്ചിന് അതൊന്നും ഉണ്ടാവില്ല. കാരണം എന്താണ്? ഒരു ലിക്വിഡ് മീഡിയത്തിൽ മുക്കി വെക്കുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ കേസ് ഓഫ് ഫ്രിക്ഷൻ ക്ലച്ച് ദ പ്രഷർ പ്ലേറ്റ് ഹെൽഡ് അഗെയിൻസ്റ്റ് ദ ക്ലച്ച് പ്ലേറ്റ് ബൈ ത്രസ്റ്റ് ബെയറിംഗ്, ത്രസ്റ്റ് സ്പ്രിങ്സ്, ക്ലച്ച് പെഡല്, ക്ലച്ച് റിലീസ് ലിവേഴ്സ്. ഓക്കെ, അതായത് ഒരു ഫ്രിക്ഷൻ ക്ലച്ചിൽ പ്രഷർ പ്ലേറ്റ് ക്ലച്ച് പ്ലേറ്റിൻ്റെ മുകളിലേക്ക് ചാഞ്ഞ് നിൽക്കുന്നത് എന്തിൻ്റെ സഹായത്താലാണ്? അതിൻ്റെ കറക്റ്റ് ആൻസർ ത്രസ്റ്റ് സ്പ്രിങ്സ്. നമുക്കൊന്ന് ഫിഗറിലൊന്ന് പോയി നോക്കാം. ഇവിടെയാണ് ക്ലച്ച് ലിവർ. ഓക്കെ, ഇവിടെ ക്ലച്ച് ലിവർ പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചവിട്ടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ സ്പ്രിങ്ങിന് അഗെയിൻസ്റ്റ് പ്രഷർ പ്ലേറ്റ് റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യും. അപ്പോൾ എന്താവും? ക്ലച്ച് പ്ലേറ്റിലേക്ക് എൻഗേജ് ആകില്ല. അതുകൊണ്ട് തന്നെ അവിടെ ട്രാൻസ്മിഷൻ നടക്കുന്നില്ല. ഇനി ഈ ഒരു ക്ലച്ച് വിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ സ്പ്രിങ്ങിൻ്റെ ഫോഴ്സ് കൊണ്ട് പ്രഷർ പ്ലേറ്റ് ക്ലച്ച് പ്ലേറ്റിൻ്റെ മുകളിലേക്ക് അമർന്ന് നിൽക്കും. ഓക്കെ,
അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ട്രാൻസ്മിഷൻ നടക്കും. അപ്പോൾ ഈ പ്രഷർ പ്ലേറ്റിനെ ക്ലച്ച് പ്ലേറ്റിൻ്റെ മുകളിലേക്ക് നിർത്തുന്ന ആരാണ്? ഈ സ്പ്രിങ്. ഈ സ്പ്രിങ്ങിൻ്റെ പേരാണ് ത്രസ്റ്റ് സ്പ്രിങ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ടേം ക്ലച്ച് സ്ലിപ്പ് ആസ് അപ്ലൈഡ് ടു ഫ്ലൂയിഡ് ഫ്ലൈവീൽ decreases with the speed of driving shaft, increases with the speed of driving shaft, remains steady at all speeds of driving shaft, remains steady at all speeds of driven shaft. ഇപ്പോൾ ക്ലച്ച് സ്ലിപ്പ് എന്ന് പറയുമ്പോൾ ഫ്ലൂയിഡ് ഫ്ലൈ വീലിൻ്റെ കേസിൽ ക്ലച്ച് സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ അത് ഡിക്രീസസ് വിത്ത് ദി സ്പീഡ് ഓഫ് ഡ്രൈവിംഗ് ഷാഫ്റ്റ്. ഡ്രൈവിംഗ് ഷാഫ്റ്റിൻ്റെ സ്പീഡ് കൂടുന്നതനുസരിച്ചിട്ട് അത് ഡിക്രീസ് ആവും. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്ലൂയിഡ് ഫ്ലൈ വീൽ എന്താണെന്ന് മാത്രം പറയുന്നുള്ളൂ. അതിലൊരു പമ്പ് ഉണ്ടാവും. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡ്രൈവ് മെമ്പർ സ്റ്റാർട്ട് ടു മൂവ് ഇൻസൈഡ് ദി ഹൗസിങ് കണ്ടെയ്നിങ് ഓയിൽ. ഈ ഓയിലായിട്ടുള്ള സംഭവത്തിനെ വെച്ച് ഇങ്ങനെ കറക്കുക ചെയ്യുക നമ്മുടെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ എന്താവും? സെൻട്രിഫ്യൂഗൽ ആക്ഷൻ കൊണ്ട്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊണ്ട് ഈ ഓയിൽ ഔട്ട്വേർഡിലേക്ക് ഇങ്ങനെ തെറിക്കും. ആ തെറിക്കുന്ന ഓയിൽ എന്ത് സംഭവിക്കും? ഈ ഒരു ബ്ലേഡിൽ റണ്ണർ വെയിൻസിൽ വന്നിട്ട് മുട്ടും. അവിടെ വെച്ചിട്ട് അത് മൂവിങ് ആവും. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഇംപെല്ലർ ഇസ് ഡിസൈൻഡ് സച്ച് ദാറ്റ് സ്പ്ലാഷ്ഡ് ഓയിൽ വിൽ സ്ട്രൈക്ക് ദി വെയിൻസ് ഓഫ് ഡ്രിവൺ മെമ്പർ. എന്തിനാണ് തിരിക്കേണ്ടത്? ആ തിരിക്കുന്നതിൻ്റെ വെയിൻസിൻ്റെ മുകളിലേക്ക്, വെയിൻസ് എന്ന് പറഞ്ഞാൽ ബ്ലേഡ് തന്നെ, ബ്ലേഡിൻ്റെ മുകളിലേക്ക് വന്ന് ഇടിക്കുന്നു. അങ്ങനെ അതിൻ്റെ സഹായത്തിൽ അത് കറങ്ങുന്നു. അതാണ് ഫ്ലൂയിഡ് ഫ്ലൈ വീൽ. ഓക്കെ, അപ്പോൾ ആ ഒരു ഫിഗറൊക്കെ ഒന്ന് മനസ്സിൽ വെക്കാൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ട്രാൻസ്മിഷൻ യൂണിറ്റ് ഈസ് യൂസ്ഡ് ടു ടേൺ ദ ഡ്രിവൺ ഷാഫ്റ്റ് ഫാസ്റ്റർ ദാൻ ദി ഡ്രൈവിംഗ് ഷാഫ്റ്റ്? ഡ്രൈവിംഗ് ഷാഫ്റ്റിനെക്കാളും കൂടുതൽ ഡ്രിവൺ ഷാഫ്റ്റിനെ ഫാസ്റ്ററായിട്ട് തിരിക്കുന്ന ഏതാണ് ട്രാൻസ്മിഷൻ യൂണിറ്റ്? അതാണ് ചോദ്യം. ഓപ്ഷൻസ്: പവർ ടേക്ക് ഓഫ് യൂണിറ്റ്, ഡിഫറൻഷ്യൽ, ഓവർ ഡ്രൈവ്, ഫ്രീ വീലിംഗ് ഡിവൈസ്. അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓവർ ഡ്രൈവ് ആണ്. ഓവർ ഡ്രൈവ് എന്താണ്? ഓവർ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഡ്രിവൺ ഷാഫ്റ്റിനെ ഡ്രൈവിംഗ് ഷാഫ്റ്റിനേക്കാളും ഫാസ്റ്ററായിട്ട് തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സംഭവം. ഇപ്പോൾ ഗിയർ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇത് ഡ്രൈവർ. ഇവിടെ സാധാരണ ഇതിലാണ് ഡ്രൈവർ. ഡ്രിവൺ എന്ന് പറഞ്ഞാൽ വലിയ ഗിയർ ആയിരിക്കും. ഇപ്പോൾ ചെറിയ ഗിയറിൽ നിന്ന് വലിയ ഗിയറിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? സ്പീഡ് കുറയും. ഓവർ ഡ്രൈവ് എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഡ്രൈവർ ഗിയർ ആണെങ്കിൽ ചെറിയ ഗിയർ ആയിരിക്കും ഡ്രിവൺ ഗിയർ. ഇപ്പോൾ വലിയ ഗിയറിൽ നിന്നും ചെറിയ ഗിയറിലേക്ക് പോകുന്ന സമയത്ത്, പവർ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് സ്പീഡ് കൂടും, നല്ല രീതിയിൽ കൂടും. അപ്പോഴെന്തായി? ആ ഒരു വീലിന് നമുക്ക് ആ സ്പീഡ് കിട്ടും, ആ വീൽ അനുസരിച്ച് പോകും. അതിനാണ് നമ്മളെന്ത് പറയുന്നത്? ഓവർ ഡ്രൈവ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് ആസ് റിഗാർഡ്സ് ടു എ സിങ്ക്രോമെഷ് ഗിയർ ബോക്സ്? സിങ്ക്രോമെഷ് ഗിയർ ബോക്സിനെ പറ്റി പറയുമ്പോൾ താഴെ കൊടുത്തവയിൽ ഏതാണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്? ഓക്കെ, ദ സിങ്ക്രണൈസിംഗ് യൂണിറ്റ് ഇസ് ലോക്ക്ഡ് ടു ദ മെയിൻ ഷാഫ്റ്റ്. The main shaft gears are always free to rotate on the main shaft. The main shaft gears and the corresponding lay shaft gears are always in constant mesh. At a particular gear position, power flow takes place from the main shaft gear to the synchronizing unit and then to the main shaft. Okay, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫിഗർ നമ്മൾ നോക്കണം. നമുക്ക് ഉത്തരം ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ദ സിങ്ക്രണൈസിങ് യൂണിറ്റ് ഇസ് ലോക്ക്ഡ് ടു ദി മെയിൻ ഷാഫ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ വായിക്കുമ്പോൾ നമ്മളൊന്ന് നോക്കണേ. ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദ്യം അല്ലേ? അതാണ് സിങ്ക്രണൈസിങ് യൂണിറ്റ് ഇസ് ലോക്ക്ഡ് ടു ദി മെയിൻ ഷാഫ്റ്റ്. അത് ഫോൾസ് ആണ് പറയുന്നത്. അപ്പോൾ ഫിഗറിലൊന്ന് പോകാം. കണ്ടോ, ഇതാണ് മെയിൻ ഷാഫ്റ്റ്. ഈ ചുവപ്പ്, ഈ ഒരു സാധനം ചുവപ്പും കറുപ്പും കൊണ്ടുള്ളതാണ് മെയിൻ ഷാഫ്റ്റ്. അതിൻ്റെ മുകളിലാണ് ഈ സാധനങ്ങളാണ് സിങ്ക്രണൈസർ. ഓക്കെ, ഈ ചുവപ്പിൻ്റെ പുറമെ യെല്ലോ ആയിട്ടുള്ള കാര്യമാണ് സിങ്ക്രണൈസർ. അതിൻ്റെ മുകളിലാണ് നിൽക്കുന്നതെങ്കിലും അത് ലോക്ക്ഡ് അല്ല. ഓക്കെ, അപ്പോൾ അത് ലോക്ക്ഡ് അല്ല എന്നുള്ളതാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ്. അതുകൊണ്ട് അതാണ് ആൻസർ. ബാക്കിയെല്ലാം കണ്ടോ, ബാക്കിയൊക്കെ പറഞ്ഞപ്പോൾ ഈ ക്ലച്ച്, മെയിൻ ഷാഫ്റ്റും ലേ ഷാഫ്റ്റും എല്ലാവരും കോൺസ്റ്റൻറ്റ് മെഷിലാണ് അല്ലേ? അതൊക്കെ ബാക്കി പറഞ്ഞ പോയിൻറ്റ്സൊക്കെ എന്തായിരിക്കും? അത് അതിൻ്റെ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇത് മാത്രം ഫോൾസാണ്. നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് തിരിയാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ മെയിൻ ഷാഫ്റ്റിൻ്റെ റൊട്ടേഷൻ അല്ല ഇവിടെ കിട്ടുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ലോക്ക്ഡ് അല്ല എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റ് ഉത്തരം. ഓക്കെ, അത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ പാർട്ട് ഓഫ് ടോർക്ക് കൺവെർട്ടർ ദാറ്റ് ഫെസിലിറ്റേറ്റ് ചേഞ്ച് ഓഫ് ടോർക്ക് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഷാഫ്റ്റ് ഇസ് ടർബൈൻ, ഇമ്പല്ലർ, സ്റ്റേറ്റർ, ഫ്രീ വീൽ. ഓക്കെ,
ടോർക്ക് കൺവെർട്ടറിൻ്റെ ഏത് പാർട്ടാണ് ഇൻപുട്ടും ഔട്ട്പുട്ട് ഷാഫ്റ്റ് തമ്മിലുള്ള ടോർക്ക് ചേഞ്ചസിനെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ പറഞ്ഞാൽ സ്റ്റേറ്ററാണ്. നമുക്ക് നോക്കി നോക്കാം. ടോർക്ക് കൺവെർട്ടർ കണ്ടോ, ടോർക്ക് കൺവെർട്ടറാണ്. ടോർക്ക് കൺവെർട്ടറിൻ്റെ ഈ ഒരു ഭാഗമാണ് സ്റ്റേറ്റർ. കണ്ടോ, ഈ ഇൻപുട്ടിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ഇടയിൽ വരുന്ന സംഗതിയാണ് സ്റ്റേറ്റർ. ഓക്കെ, അതാണ് ഇപ്പോൾ ടോർക്കിനെ കൺവേർട്ട് ചെയ്യുന്നത്. ആ ഒരു മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്ററിൻ്റെയാണ്. ഓക്കെ, സോ ഈ ഒരു ഫിഗറൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. സോ നിങ്ങൾ എന്താക്കാന്ന് വെച്ചാൽ ഞാൻ ഈ ഇത്തരത്തിൽ ഓരോ വീഡിയോസിൽ ഓരോ കാര്യങ്ങൾ ഇൻഫോർമേഷൻസ് ബുക്കിൽ എഴുതിയിട്ട് തന്നെ പോവുക, എങ്കിലുള്ള നമുക്ക് ആ ഒരു കണ്ടിന്യൂവേഷൻ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു 3-4 ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ആയിട്ട് വരും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളെ വെറുതെ വിടരുത്. അത് നിങ്ങളെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ആ നോട്ട് ചെയ്യുന്ന പോയിന്റ് ചിലപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിരിക്കും. ഓക്കെ, സോ സ്റ്റഡി വെൽ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.